ഹായ്, ഞാൻ ഡോക്ടർ സാർ. ഇന്ന് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധ സസ്യം, അതൊരു ഔഷധ സസ്യമല്ല, നമ്മൾ സ്ഥിരമായി നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. വേറെ ഒറ്റൊന്നുമല്ല, അതാണ് പച്ചമഞ്ഞൾ. മഞ്ഞൾ അറിയാത്ത മലയാളി ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ എല്ലാ ആഹാരത്തിലും നമ്മൾ മഞ്ഞൾ ചേർക്കുന്നതാണ്. പക്ഷെ എന്തിനാണ് നമ്മൾ ആ മഞ്ഞൾപ്പൊടിയിൽ ചേർക്കുന്നത്? വെറും ഒരു മഞ്ഞ കളർ വരുന്നതിന് മാത്രമാണോ ചേർക്കാറ്? അല്ല, പണ്ടുകാലം തൊട്ടേ നമ്മുടെ പൂർവിക ശീലിച്ചത് നമ്മളിപ്പോൾ തുടർന്നു പോകുന്നു അല്ലെ. എന്നാൽ ഇതിന് വളരെ മഹത്തായ ഒരു ഗുണമുണ്ട്. ഏറ്റവും പ്രധാനം, മഞ്ഞൾ ഒരു വിഷഹാരിയാണ്. വിഷഹാരി അല്ലെ, വിഷം നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ആരോ അല്ലെ, അതാണ് വിഷഹാരി. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അതിനായതായ ചില ടോക്സിക് എഫക്റ്റ് പലതിനും ഉണ്ടാവും അല്ലെ. നമ്മൾ ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മുരിങ്ങയില പോലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതേപോലെ ചിലപ്പോൾ ടോക്സിക് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മഞ്ഞൾപ്പൊടിയിൽ കഴുകും. ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്ന എല്ലാ പച്ചക്കറികളും നമുക്കൊന്ന് മഞ്ഞൾപ്പൊടിയിൽ കഴുകിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അവിടെ തൊട്ട് നമ്മൾ മഞ്ഞളിൻ്റെ ഉപയോഗം തുടങ്ങി അല്ലെ. അത് കഴുകും തൊട്ട് അത് കുക്ക് ചെയ്യുമ്പോൾ വരെ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ദഹനത്തിനും കൂടാതെ ശരീരത്തിലുണ്ടാകുന്ന ഏതൊരു ടോക്സിക് എഫക്റ്റിനും അത് ഏറ്റവും നല്ലതായ ഒരു മരുന്നാണ് ഈ മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞൾ, നമ്മൾ മഞ്ഞൾ എന്നാണ് എല്ലാം തുടങ്ങുന്നത് അല്ലേ. ഈ മഞ്ഞൾ പരമാവധി എല്ലാവരും പാക്കറ്റ് പൊടികൾ യൂസ് ചെയ്യാതെ സ്വന്തമായിട്ട് ഒന്ന് മഞ്ഞൾ പൊടിച്ച് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം എത്രയോ ഇരട്ടിയായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് അറിയാലോ, ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾക്കും, ഏത് രോഗമായാലും ശരി, ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലാണ് മഞ്ഞളിലുണ്ട് അല്ലേ. അപ്പോൾ അത് ഇതിനൊക്കെ പ്രതിരോധിക്കാൻ, ഈ ഏതൊരു ടോക്സിക് സെല്ലിൻ്റെയും ഒരു ഗ്രോത്തിനെ പ്രതിരോധിക്കാൻ മഞ്ഞളിന് ആയ ഒരു കഴിവുണ്ട്. പിന്നെ മറ്റൊന്നാണ്, ഇപ്പം നമ്മുടെ ഉള്ളിലേക്കുള്ള ടോക്സിക് എഫക്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പുറത്ത് പഴുതാരയോ അല്ലെങ്കിൽ ചെറിയ കീടങ്ങളോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടുക? മഞ്ഞൾപ്പൊടിയാവും കിട്ടുക അല്ലെ. അത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഫർദറായിട്ട് ആ വിഷം വ്യാപിക്കാതിരിക്കാനൊക്കെ, അല്ലെങ്കിൽ ആ മുറിവായിൽ എന്തെങ്കിലും ചെറിയ പഴുതാരയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മുറിവായിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാൻ എപ്പോഴും ശ്രമിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, പരമാവധി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ അത് പൊടിച്ച് എടുക്കണമെന്ന്. ഇനി കുട്ടികൾക്കാണെങ്കിൽ അറിയാം, പെട്ടെന്ന് ചുമ അല്ലെങ്കിൽ പെട്ടെന്ന് പനി വരിക, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാം? വലിയ കുട്ടികൾക്കെന്ന് വേണ്ട വലിയവർക്കും ആവാം. ഗോൾഡൻ മിൽക്ക് എടുക്കാം. ഗോൾഡൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് കൊടുക്കുക. അത് വളരെ ലോകത്തെ ഏറ്റവും നല്ല പ്രതിരോധ ശക്തി കൂടുന്നതിനുള്ള ഒരു ഡ്രിങ്കായിട്ട് അതിനെ എടുക്കാവുന്നതാണ്. നമ്മളെല്ലാം കോവിഡ് കാലത്ത് ഒട്ടുമിക്ക ആളുകളും ശീലിച്ചിരുന്നായിരുന്നു. കുട്ടികൾക്ക് നമ്മൾ രജന്യാതി ചൂർണം കൊടുക്കാറുണ്ട്. അത് ഇതുപോലെ വയറുദ സംബന്ധമായിട്ടുള്ളതും ദഹന സംബന്ധമായിട്ടുള്ളതും പ്രതിരോധ ശക്തി കൂടുന്നതിനും ഒക്കെ നല്ലൊരു മരുന്നായിട്ടാണ് നമ്മളത് കൊടുക്കാറ്. ഇനി നമുക്കൊരു ദഹനക്കേട് വന്നു, ഒരു ഡൈജഷൻ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന? മോര് കാച്ചിയെടുക്കും അല്ലേ. അതായത് പച്ചമഞ്ഞൾ ഇടിച്ച നീരും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും എല്ലാം നല്ല വെള്ളമാക്കി മോരിലിട്ട് തിളപ്പിച്ചാണ് മോര് കാച്ചുന്നത് അല്ലെ. ഇത് ദഹിക്കാൻ ഏറ്റവും നല്ല, വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് ടോക്സിക് എഫക്റ്റ് ഒക്കെ കളയുന്നതിന് ഇഞ്ചി നമുക്ക് ദഹനത്തിനും ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു മിശ്രിതമാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ നമ്മുടെ ആഹാരത്തിന് ദഹനത്തിന് ഏറ്റവും നല്ലതായിട്ടാണ് നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുന്നത്. ഇനി മഞ്ഞളിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വർണ്ണ്യമാണ്. വർണ്ണ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, നിറം വരുത്താൻ വേണ്ടിയിട്ട് അല്ലേ. ചെറിയ കുഞ്ഞിന് പോലും നമ്മൾ പച്ചമഞ്ഞൾ ആണ് ആദ്യമായിട്ട് തേപ്പിക്കുന്നത്. ഒരു അമിതമായ രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനും സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ പച്ചമഞ്ഞൾ. പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പച്ചമഞ്ഞൾ കടലമാവിലോ ഒക്കെ ചേർത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേഷ്യൽ എന്ന രീതിയിൽ നമുക്കതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വർണ്ണ്യം പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നിറം വയ്ക്കുന്നതിനും ഒക്കെ മഞ്ഞൾ വളരെ നല്ലതാണ്. ഇനി ഇപ്പം എല്ലാവർക്കും വരുന്ന ഒന്നാണ് കുഴിനകം. മഴക്കാലമൊക്കെ ആകുമ്പം കാലിൽ വരാറുണ്ട്. എനിക്ക് വേണ്ട കൂടുതലായിട്ട് ഡിഷ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അലർജി കൊണ്ട് നമുക്ക് കുഴിനകം വരാറുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാറുള്ളതാണ് പച്ചമഞ്ഞളും മൈലാഞ്ചിയും ചേർത്ത് അതിന് ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല എഫക്റ്റ് കാണാറുണ്ട്. ഇനി കൂടുതൽ വേനൽക്കാലത്താണെങ്കിൽ കൂടുതൽ വേർപ്പ് അനുഭവപ്പെടാറുണ്ട് അല്ലേ. ഈ കൂടുതൽ വേർപ്പുള്ളവർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ കുറച്ച് മഞ്ഞൾ തേച്ച് എന്തെങ്കിലും ആഴ്ച 1-2 ദിവസമൊക്കെ ചൂട് കാലത്തൊക്കെ മഞ്ഞൾ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഈ പ്രകാരമുള്ള ഈ ചൊറിച്ചിലൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ വേർപ്പിൻ്റെതായ രൂക്ഷഗന്ധങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, അതൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഈ മഞ്ഞളിന് വളരെ അധികം ശക്തിയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി രാവിലെ കുറച്ച് മഞ്ഞൾ കഴിച്ചാൽ വളരെ എല്ലാം ആരോഗ്യത്തിന് നല്ലതല്ലേ. ഇത് മാത്രമല്ല, പ്രമേഹത്തിന്
അത്യുത്തമമായ ഒരു ഔഷധമാണ് ഈ മഞ്ഞൾ. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഏറ്റവും നല്ല പ്രതിവിധിയായിട്ട് നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാം. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിച്ചാൽ രാവിലെ തന്നെ ഒരു ടോക്സിക് എഫക്റ്റ് കിട്ടും. ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് നമുക്കതിനെ എടുക്കാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും നല്ല നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായി നമ്മൾ കഴിക്കേണ്ട ഒന്നാണ്, നമ്മുടെ ആഹാരം ഉൾപ്പെടുത്തേണ്ട ഒന്നുമാണ് മഞ്ഞൾ. പക്ഷെ ഈ മഞ്ഞളിനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പരമാവധി ഒന്ന് നട്ടു വളർത്തി വളരെ നന്നായിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇഞ്ചി പോലെ തന്നെ അതിൻ്റെ കിഴങ്ങ് റൈസോമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. മഞ്ഞളിൻ്റെ എളുപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു സസ്യമാണ്. അപ്പം വീടുകളിൽ തന്നെ നമുക്ക് ചട്ടികളിലോ അതല്ല ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് മഞ്ഞൾ, ഒരു കട മഞ്ഞളെങ്കിൽ ഒരു വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചു, നമുക്ക് ആ മഞ്ഞൾപ്പൊടി മേടിച്ചതാണെങ്കിൽ കൂടി ആ മഞ്ഞളുടെ ഒരു കഷ്ണം എടുത്ത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ. വയറിന് അസുഖമാണെങ്കിൽ നമുക്ക് ആ പച്ചമഞ്ഞൾ ചതച്ച് ഒന്ന് മോര് കാച്ചി എടുക്കാം. അപ്പോൾ എല്ലാവരും വീടുകളിൽ എന്തായാലും നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ്, ഔഷധ ചെടിയാണ് നമ്മുടെ പച്ചമഞ്ഞൾ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ഇത്രയധികം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ ആഹാരത്തിൽ കൃത്യമായിട്ട് നമ്മൾ മഞ്ഞൾ ഉൾപ്പെടുത്താൻ അപ്പോൾ എല്ലാവരും ഇന്ന് തൊട്ട് നമുക്ക് ആ മഞ്ഞളിൻ്റെ ഉപയോഗം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞളിനെ ഉപയോഗിക്കാം.